ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമുമായിട്ടാണ്. 2019 പുറത്തിറങ്ങിയ സ്റ്റെക്കോ, ഒരു ഹൊറർ മൂഡുള്ള ഒരു ഷോർട്ട് ഫിലിം. തീർച്ചയായും നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിനിമയുടെ കഥ ഞാൻ എൻ്റേതായ രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായികയെ കാണിക്കുന്നു. പുള്ളിക്കാരി ഈ വീട്ടിലേക്ക് അടുത്തായിട്ട് താമസം മാറിയതാണെന്ന് തോന്നുന്നു. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അതിനിടയിൽ എന്തോ കൊണ്ട് കൈ മുറിയുന്നു. അതിന് ബാൻഡേഡ് വെച്ച് കെട്ടാമെന്ന് കരുതി ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ എടുത്ത് ബാൻഡേഡ് വെക്കുന്നതിനിടയിലാണ് ഒരു ഫോൺ കോൾ വരുന്നത്. നായിക അത് എടുത്തു നോക്കുമ്പോൾ പുള്ളിക്കാരിയുടെ എക്സ് ലവറാണ്. എന്നോട് ക്ഷമിക്കുക, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ കിടന്ന് കെഞ്ചുകയാണ്. നായികയ്ക്ക് ഇറിറ്റേഷനായിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം പാകം ചെയ്ത ഭക്ഷണവും എടുത്തിട്ട് പുള്ളിക്കാരി മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അത് കയ്യിൽ നിന്ന് വീണ് നിലത്തൊക്കെ ആവുന്നു. അവിടെ തന്നെ അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് ബ്ലഡും വീണിട്ടുണ്ടായിരുന്നു. അത് തുടച്ചു കളയാമെന്ന് കരുതിയിട്ട് കുറച്ച് സ്പ്രേ ഒക്കെ ചെയ്ത് അത് നിന്ന് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് അത് അവിടെ ആകെ 2 തുള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫുള്ളായിട്ട് അവിടെ പരക്കാൻ തുടങ്ങി. പുള്ളിക്കാരി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് പോകുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം നായിക ചുമരിലൊരു ഫോട്ടോ തൂക്കാനുള്ള ശ്രമത്തിലാണ്. മാർക്കൊക്കെ ചെയ്ത് അവിടെ ആണി അടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിക എടുത്തുകൊണ്ടുവന്ന് ആണി വെച്ചിട്ട് ചെറുതായിട്ട് തട്ടുമ്പോഴത്തേക്കും ആ ഭാഗം അടർന്ന് വലിയൊരു തുള അവിടെ രൂപപ്പെടുന്നു. നായിക ആ ഓട്ടോ വഴി ഉള്ളിലേക്ക് നോക്കുന്നു. അപ്പുറത്തെന്തോ റൂമുള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ആകെ ഇരുട്ടാണ്. പെട്ടെന്ന് ആരോ കതകിൽ മുട്ടുന്നതായിട്ട് നായികയ്ക്ക് തോന്നുന്നു. അവൾ ആകെ പേടിച്ച് വിറച്ച് വാതിലിൻ്റെ അടുത്ത് പോയി അവിടെ നിലത്താക്കി ഇരുന്ന് സാവധാനത്തിൽ പേടിയോടെ ഡോറ് തുറന്നു. അപ്പോൾ ഒരു പാഴ്സൽ അവിടെ കിടക്കുന്നുണ്ട്. വേഗം തന്നെ അത് എടുത്തിട്ട് വാതിലടയ്ക്കുകയും ചെയ്തു. എന്താ സംഭവം എന്നറിയോ? നായികയ്ക്ക് ഒരു അസുഖമുണ്ട്, ആഗ്രോഫോബിയ. ആഗ്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻസിന് എല്ലാത്തിലും ഒരു പേടിയുണ്ടാവും. ഇപ്പോൾ ഓപ്പൺ സ്പേസിലേക്ക് പോകാനായാലും പബ്ലിക് പ്ലേസിലേക്ക് പോകാനായാലും ആൾക്കാരുമായിട്ട് പബ്ലിക് പ്ലേസിൽ ഇടപഴകാനായാലും അങ്ങനെ എപ്പോഴും ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു പേടി മനസ്സിലുണ്ടാവും. അത് ഒരുപക്ഷെ താൻ കുടുങ്ങിപ്പോവുമോ, താൻ അപകടത്തിലാണോ എന്നുള്ളൊരു പേടിയൊക്കെയാണ്. അങ്ങനെയുള്ളവർ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റൊക്കെ കൂടി ഒരുപക്ഷെ ഭയങ്കരമായിട്ട് പേടിച്ച് മരണം വരെ സംഭവിക്കാനുള്ള ഇടയുണ്ട്. അതിനുശേഷം പുള്ളിക്കാരി ആ പാഴ്സലും എടുത്തിട്ട് അകത്തേക്ക് വന്നിട്ട് ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയക്കുന്നു. ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനിവിടെ സെറ്റായി, വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു പഴയ റൂം കൂടി ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്, അതുകൊണ്ട് ഈ വീടിൻ്റെ ബ്ലൂ പ്രിന്റ് കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നു. രാത്രിയായി, പോയിട്ട് കിടന്നുറങ്ങുന്നു. പെട്ടെന്ന് ആ ഓട്ടയുള്ള ഭാഗത്തുനിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നതായിട്ട് നായികയ്ക്ക് തോന്നുന്നു. എന്നാലും പുള്ളിക്കാരി അവിടെ കിടന്നങ്ങ് ഉറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ നായിക ഒരു ഡോക്ടറുമായിട്ട് വീഡിയോ കോളിലാണ് തൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആഗ്രോഫോബിയ, അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നായിക നന്നായിട്ട് ചുമയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഡോക്ടർ ചോദിക്കും എന്ത് പറ്റി, എന്താ കാര്യം എന്ന്. പക്ഷേ അവൾ പറയും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ജലദോഷം വന്നതാണെന്ന് തോന്നുന്നു, ഇവിടെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മാനേജ് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ പറയും നിന്റെ ഫിയർ ഓവർകം ചെയ്യാൻ ഇത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ നീ ഏതായാലും ഒറ്റക്കാണ് ഉള്ളത്, നീ നേരെ പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നിന്റെ ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങിയിട്ട് വാ. നായിക ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും കോൺഫിഡൻസോട് കൂടി ആനന്ദ ഞാൻ പോയിട്ട് വരാമല്ലോ എന്നും പറഞ്ഞിട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നു. പക്ഷേ ആകെ പേടിയുണ്ട്, കൈയൊക്കെ വറക്കുന്നു. അങ്ങനെ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ നായിക ഒന്ന് ചുമയ്ക്കും. പെട്ടെന്ന് അതിൻ്റെ എക്കോ പോലെ മറ്റാരോ ആ മുറിക്കുള്ളിൽ നിന്ന് ചുമയ്ക്കുന്ന ശബ്ദം പുള്ളിക്കാരി കേൾക്കും. നേരെ അകത്തേക്ക് ഓടിപ്പോവും. പക്ഷെ അവൾക്കൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പുള്ളിക്കാരി ചിന്തിച്ചിട്ട് ഓൺലൈനിൽ മരുന്ന് ഓർഡർ ചെയ്യും. അതിനുശേഷം യൂട്യൂബിൽ മെഡിറ്റേഷൻ വീഡിയോ നോക്കിയിട്ട് യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതിനിടയിൽ പെട്ടെന്ന് ആരോ വീണ്ടും പുറത്ത് ബെല്ലടിക്കുന്നു. അങ്ങനെ ഹീറോയും പോയിട്ട് ഒരു പാഴ്സലും എടുത്തുകൊണ്ട് വരുന്നു. ഇതെന്താ മദ്യക്കുപ്പിയാണെന്ന് തോന്നുന്നു, വെള്ളടിക്കാനാണോ, പേടി മാറ്റാൻ എന്ന് വിചാരിക്കേണ്ട, അത് നേരത്തെ വന്ന ചുമയ്ക്കുള്ള മരുന്നാണ്. ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്താൽ വളരെ ഫാസ്റ്റായിട്ട് വരും. 1/2 hour ഡെലിവറി ഒക്കെ ഉണ്ട് അവിടെ. നമ്മൾ ഇന്ത്യയിൽ മാത്രമേ 3-4 ദിവസം എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ കപ്പ് സിറപ്പൊക്കെ കുടിച്ച് നായിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ആ ഓട്ടയുണ്ടല്ലോ അവിടെ പുള്ളിക്കാരി എന്തോ ശ്രദ്ധിക്കുന്നു. എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അടുത്ത് പോയി നോക്കുന്ന സമയത്ത് അതിൻ്റെ അത് മുടി കിടക്കുന്നു. ഇതെന്ത് മുടിയാപ്പാ എന്ന് പറഞ്ഞിട്ട് തൻ്റെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ എടുത്ത് മാറ്റിക്കളയുന്നു. ശേഷം നായിക ഉറങ്ങുന്നു. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ ഓട്ടയ്ക്കുള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കാൻ തുടങ്ങി. നായിക പതിയെ എഴുന്നേറ്റ് ആ ഓട്ടയുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്ത് നായികയുടെ എക്സ്പ്രഷനൊക്കെ നോക്കുമ്പോൾ അവൾക്കെന്തോ പ്രേതം കൂടിയതുപോലെയോ ഒരു വട്ട് പിടിച്ചതുപോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ നടന്ന് ആ ഓട്ടയ്ക്കടുത്തേക്ക് എത്തി. അതിനുള്ളിൽ നിന്ന് ഒരു നാവ് പോലെ എന്തോ ഒന്ന് പുറത്തേക്ക് വരുന്നു. അത് കണ്ടതും നായിക കാമ പരവശയായതുപോലെ ആ നാവ് നാക്കി തുടയ്ക്കുന്നു. അവിടെ നിന്നിട്ട് റൊമാൻസ് ഒക്കെ ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. പെട്ടെന്ന്
പെട്ടെന്ന് ആരോ നായികയുടെ വീടിന്റെ കതകിൽ തട്ടുന്നു. അവൾ പേടിച്ച് വാതിലിനടുത്തേക്ക് പോകുന്നു. ആരാണ് പുറത്തു നിന്ന് ശ്രദ്ധിക്കുന്നു. അത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. അവൻ വാതിലിനൊക്കെ തട്ടുന്നു. എന്നോട് ക്ഷമിക്കുക, എനിക്ക് നീ വേണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ കാറ് പുറത്തുണ്ട്, അതുകൊണ്ട് നീ അകത്താണ് ഉള്ളതെന്ന് എനിക്കറിയാം, നീ എന്നെ എങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വാതിലിനടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും നായിക വാതിൽ തുറന്നില്ല. അവസാനം ദേഷ്യപ്പെട്ട് ജനലിന് എന്തോ പേപ്പർ ഒട്ടിച്ചിട്ട് അയാൾ പോകുന്നു. നായിക അത് തുറന്നു നോക്കുമ്പോൾ യു കാണ്ട് ഇഗ്നോർ മീ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നായിക പേടിച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. ഒരു പോലീസുകാരി അങ്ങോട്ടേക്ക് വന്നിട്ട് നായികയോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതിനുശേഷം നായിക ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയും ചെയ്യുന്നു, തന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട്. അതിനുശേഷം പോലീസുകാരി ചോദിക്കും, നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, ഏതായാലും കുറച്ച് സെക്യൂരിറ്റി ക്യാമറാസ് വാങ്ങി വെച്ചോളൂ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് പോലീസുകാരി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ നായിക CCTV ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് രാത്രി കിടക്കാനൊരുങ്ങുന്നു. അതേസമയം നായികയുടെ ഫ്രണ്ട് നേരത്തെ മെസ്സേജ് അയച്ചില്ലേ, പുള്ളിക്കാരിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അവൾ പറയുന്നു, എൻ്റെ വീടിന് അങ്ങനെ ഒരു എക്സ്ട്രാ റൂമോ അങ്ങനെ ഹിഡൻ റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല, നീ പേടിക്കേണ്ട എന്നായിരുന്നു മെസ്സേജ്. എന്നാലും നായികയ്ക്ക് ആ ഓട്ടോയിലേക്ക് നോക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയായി തുടങ്ങി. അതാഴക്കെട്ട് ഇപ്പോൾ നായിക നോക്കുമ്പോൾ അത് പൊട്ടി കുറച്ചുകൂടി വലുതായ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആ ചുമരടക്കം വിണ്ട് കീറുന്നത് പോലെയൊക്കെ നായികയ്ക്ക് തോന്നുന്നു. അവൾ വേഗം പോയി ആ വാതിലടച്ചിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നു. തൊട്ടടുത്ത സീനിൽ നായിക കണ്ണു തുറക്കുമ്പോൾ അവൾ കാണുന്നത് അവൾ ആ ഓട്ടയുടെ തൊട്ട് താഴെ ആ ചുമരിനോട് ചേർന്ന് കിടക്കുന്നതാണ്. നായികക്ക് ആകെ പേടിയായി. അവൾ എഴുന്നേറ്റ് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്ന സമയത്ത് അവളുടെ കാലിൽ എന്തോ തറയ്ക്കുന്നു. അവൾ കുനിഞ്ഞത് എന്താണെന്ന് നോക്കുമ്പോൾ ഒരു പല്ല്. അയ്യോ, ഇനി എൻ്റെ പല്ലെങ്ങാനാണോ എന്ന് പറഞ്ഞിട്ട് വായിൽ കൈയാക്കിയിട്ട് ഫുള്ളായിട്ട് തപ്പി നോക്കുന്നു. അവൾക്കാകെ പേടിയായിട്ട് അവിടെ നിന്ന് ഓടി കട്ടിലിനപ്പുറത്തേക്ക് പോയിട്ടിരിക്കുന്നു. എന്നിട്ട് ലാപ്ടോപ്പിലൂടെ CCTVയിൽ ആ ഓട്ടോയുടെ ഭാഗങ്ങളൊക്കെ പരിശോധിക്കുകയാണ് നമ്മുടെ നായിക. അതിൽ കാണുന്ന സീൻ കണ്ടിട്ട് അവൾ ഞെട്ടിത്തരിച്ചു പോയി. ആ ഓട്ടോയിലൂടെ ഒരു കൈ പുറത്തേക്ക് വരുന്നു. അത് നമ്മുടെ നായിക എടുക്കുന്നു, കടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അതുകൊണ്ട് മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നിട്ട് മെല്ലെ ആ ഓട്ടയിലേക്ക് അത് തിരിച്ചു കയറ്റി വയ്ക്കുന്നു. കൈ നായിക കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ പല്ല് താഴെ വീണത് എന്നാണ് കാണിക്കുന്നത്. നായികയ്ക്ക് എന്താ സംഭവം, എന്താണ് ഇത് കാര്യമെന്നൊന്നും മനസ്സിലാകുന്നില്ല. അവൾ അവസാനം ഒരു തീരുമാനമെടുക്കുന്നു. ആ ചുമര് പൊളിച്ചു നോക്കുക. നേരെ പോയിട്ട് ഒരു വലിയ ചുറ്റിക എടുത്ത് വന്ന് ആ ചുമരൊക്കെ അടിച്ച് പൊളിക്കുന്നു. പിന്നെ അവൾ കാണുന്നത് അവളേതോ ഒരു മായിക ലോകത്താണ്. പുകയൊക്കെ പറക്കുന്നു. തൊട്ടു മുന്നിലായിട്ട് ഒരു ചെയർ ഇരിക്കുന്നുണ്ട്, ഒരു ഭീമാകാരനായ ചെയർ. ആ ചെയർ മനുഷ്യ ശരീരം പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കൈയും കാലും അസ്ഥികൂടം പോലെയൊക്കെ ആ ചെയറിലുണ്ട്. അതിനുള്ളിൽ നിന്നും ഒരു കൈ നമ്മുടെ നായികയെ മാടി വിളിക്കുന്നു, കമോൺ ഡാർലിംഗ്, കമോൺ ഡാർലിംഗ് എന്നുള്ള പോലെ. പക്ഷെ നമ്മുടെ നായിക അങ്ങോട്ടേക്ക് പോകുന്നേയില്ല. അപ്പോൾ എന്തോ മന്ത്രശക്തി കൊണ്ട് അവളെ ആ ചെയറിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ നായികയെ ആ ചെയറിലേക്ക് ഇരുത്തുന്നു. അതിനുശേഷം ആ ചെയറിലുള്ള കൈ എന്തോ ഒരു കിരീടം പോലെ നമ്മുടെ നായികയിലെ തലയിലേക്ക് വയ്ക്കുന്നു. അതിന് പല്ലുകളും കൈകളും ഒക്കെ ഉണ്ട്. നായികയ്ക്ക് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പെട്ടെന്ന് ആ കസേരയിൽ നിന്ന് 2 കൈകൾ വന്ന് നായികയെ പിടിച്ച് പ്രസ് ചെയ്യാനും അമർത്താനും ഞെക്കാനും ഒക്കെ തുടങ്ങി. നായിക പേടിച്ച് അതിൽ നിന്നും എഴുന്നേക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. അവസാനം ആ കൈയൊക്കെ പിടിച്ച് വലിച്ച് കഷ്ടപ്പെട്ട് നായിക എഴുന്നേൽക്കുന്നു. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ആ ചുറ്റിക വെച്ച് ആ കസേരക്കിട്ട് ആഞ്ഞടിക്കുന്നു. തൊട്ടടുത്ത സീനിൽ ബോധം തെളിഞ്ഞപ്പോൾ നായിക കാണുന്നത് ആ ചുറ്റിക കൊണ്ട് തൻ്റെ കാറ് അടിച്ച് പൊളിക്കുന്നതായിട്ടാണ്. മാത്രമല്ല ആ ചുമരൊക്കെ അടിച്ച് പൊളിച്ചിട്ടാണ് അവൾ പുറത്തേക്ക് വന്ന് നിൽക്കുന്നത്. അയൽവാസിയായ ഒരു പെണ്ണ് നായികയെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അവർക്കിത് കണ്ടിട്ട് അന്തം വിട്ടുപോയിട്ടുണ്ടാവും പാവം. താൻ വെട്ടിപ്പൊളിച്ച ആ ചുമരൊക്കെ നോക്കി നായിക ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നു. അതോടെ സിനിമയും അവസാനിക്കുന്നു. കൺഫ്യൂഷനായോ എന്താ സംഭവം എന്ന്? എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നായികയുടെ എക്സ് ബോയ് ഫ്രണ്ടില്ലേ, പുള്ളിക്കാരൻ നായികയെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പേടിച്ച് വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. മാത്രമല്ല നായികയ്ക്ക് ഒരു അസുഖമുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആഗ്രോഫോബിയ. ആ അസുഖത്തിന്റെ ബാക്കി പത്രമായിരുന്നു അവൾ ചിന്തിച്ചു കൂട്ടിയ ഓരോ കാര്യങ്ങളും. ഇപ്പോൾ അവളുടെ പ്രശ്നം അവൾ തന്നെ തല്ലിപ്പൊളിച്ച് പുറത്തു വന്നിരിക്കുന്നു ധൈര്യസമേതം എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ ശരിക്കും അവസാനിക്കുന്നത്. നമുക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് വീടിനുള്ളിൽ തന്നെ ഇരിക്കാതെ അത് സോൾവ് ചെയ്ത് പുറത്തു വരിക എന്നുള്ളത് ഒരു ഹൊറർ കോൺസെപ്റ്റിലൂടെ പറഞ്ഞിരിക്കുകയാണ് ഈ സിനിമ. കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് ആ സിനിമ അവസാനിക്കുന്നത്. തീർച്ചയായും കഥയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള സിനിമ കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ